പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കണം, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, തൊഴുത്തിൽ നിന്നിറങ്ങുമ്പോൾ പശുക്കളുടെ സുഖാന്വേഷണം നടത്തണം, ഹോട്ടലിൽ നിന്നിറങ്ങുമ്പോൾ ഹോട്ടലിലെ കാര്യം, ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ ബാത്റൂമിലെ കാര്യം. ഇതാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. ഒരു MP ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ ആയിരിക്കേണ്ടത്? അയാൾ എവിടെ നിന്ന് വരുന്നു എന്നതിനേക്കാൾ അയാൾ ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളുടെ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ആ ഒരു ജനപ്രതിനിധിയോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകേണ്ട ബാധ്യത ആ ഒരു ജനപ്രതിനിധിക്കുണ്ട്. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി ഭയങ്കര സിനിമ ഡയലോഗ് അങ്ങോട്ട് വെച്ച് കാച്ചുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും സിനിമ ലൊക്കേഷനിലാണ് ഉള്ളതെന്ന്. ഗംഗേ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ആണ് മാധ്യമങ്ങളോട് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നത്. ഭയങ്കര ബോറായിട്ടുണ്ട്. ഫുൾ കോമഡിയാണ്. ഇപ്പോൾ മറിമായം കാണുന്നതിന് പകരം സുരേഷ് ഗോപിയുടെ വാർത്താ സമ്മേളനം എന്ന് പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്ക് പുറകെ പോകുന്ന കാഴ്ച കണ്ടാൽ മാത്രം മതി. അത്രയ്ക്കും ചിരി വരും. തൃശ്ശൂരിലെ കള്ളവോട്ടുകളെക്കുറിച്ച് പ്രതികരണമില്ല. കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരണമില്ല. ഇന്ത്യ ഒട്ടാകെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കള്ളവോട്ട്. വോട്ടർ പട്ടികയിൽ കള്ളപ്പേരുകൾ നൽകി കള്ളവോട്ടിലൂടെ അധികാരത്തിലെത്തിയ തൂക്കു സഭയോട് ഉള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെക്കുറിച്ച് ഒരു മറുപടിയുമില്ല. ഒന്നിനും ഒരു ഉത്തരവുമില്ല. എന്തെങ്കിലും അങ്ങോട്ടേക്ക് ചോദിച്ചു ചെന്നാൽ സിനിമയിൽ വില്ലന്മാർ ഡയലോഗ് അടിക്കുന്നത് പോലെ നിങ്ങൾ ആരാ, സൂക്ഷിച്ച് സംസാരിക്കണം, ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞ് തീരെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ സുരേഷ് ഗോപി. സിനിമാ നടൻ എന്ന് വിശേഷിപ്പിക്കാനേ പറ്റുള്ളൂ. നിലവിൽ തൃശ്ശൂരിലെ MP ആണ് എങ്കിൽ പോലും അതിൻ്റെ യാതൊരു ഗുണങ്ങളും കാണിക്കുന്നില്ല. തൃശ്ശൂർക്കാരുടെ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇങ്ങേർക്ക് ഇത്രയും വോട്ട് ആര് ചെയ്തു എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വിശ്വാസങ്ങളുടെ പേരിൽ, അതായത് പലർക്കും വിശ്വാസങ്ങളെ പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ ആ ഒരു കഴിവിൽ ഇദ്ദേഹം ഇങ്ങ് ജയിച്ചു പോകുന്നതാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോഴല്ലേ പിടികിട്ടിയത് വിജയത്തിൻ്റെ പുറകിലുള്ള ആ ഒരു ഗുട്ടൻസ്. ഇങ്ങനെ മാധ്യമങ്ങളെ നേരിടാനും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒന്നും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തത്? ഇത് വല്ലാത്തൊരു എടുക്കലായിപ്പോയി. ശരിക്കും വല്ലാത്തൊരു ഗതികേടായിപ്പോയി തൃശ്ശൂർക്കാർക്ക് സംഭവിച്ചത്. വല്ലാത്തൊരു അവസ്ഥ. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്നതിനേക്കാട്ടിലും നല്ലത് മൊത്തമായിട്ട് കഴിപ്പാണ്. എന്നാൽ പിന്നെ തുപ്പാൻ കഴിയുന്നുണ്ടോ? പക്ഷെ അവരാഗ്രഹിച്ചിട്ട് പോലും ആ തുപ്പലങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തൃശ്ശൂർക്കാർ നേരിടുന്നത്. ഒരു ചോദ്യങ്ങൾക്കും മറുപടിയില്ല. അദ്ദേഹത്തിൻ്റെ സിനിമാ ഡയലോഗുകൾ നമ്മളിങ്ങനെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കണം. അത്രയാണ് മിസ്റ്റർ സുരേഷ് ഗോപി വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ MP കാലാവധി കഴിയുന്നത് വരെ സുരേഷ് ഗോപി എന്ന നടൻ മാധ്യമങ്ങളോട് മാന്യമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പറയുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന നയം BJPക്കാരുടെ സ്ഥിരമായിട്ടുള്ള, അല്ലെങ്കിൽ ഭാരത് ജനതാ പാർട്ടിയുടെ സ്ഥിരമായിട്ടുള്ളൊരു പല്ലവിയാണ്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും അഭിമാനബോധമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാനുള്ള മാന്യതയെങ്കിലും ഇവിടുത്തെ തൂക്കുസഭ കാണിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ സോണിയാഗാന്ധിയുടെ വോട്ട് എപ്പടി, മൻമോഹൻ സിംഗിൻ്റെ വോട്ട് ഇപ്പടി, അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഒരു തരം കോമാളികളാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അതേ കഴിയുള്ളൂ എന്നറിയാം, എന്നാലും അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.